ഒരുപാട് പ്രതീക്ഷ വെച്ച ടൂർണമെന്റിൽ നിന്നും വീരോചിതമായി കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തായിരിക്കുകയാണ്. ഈ വർഷം ഡ്യൂറന്റ് കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഴുതിക്കുറിച്ചെടുത്ത ഓരോ റെക്കോർഡുകളും വേദനകളുടെ ആഴക്കടലിൽ മൂടപ്പെട്ടു കഴിഞ്ഞു. ഈ ഒരു ഡ്യൂറന്റ് കപ്പ് ടൂർണമെന്റിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ക്വാർട്ടർ ഫൈനലിലെ അവസാനത്തോടെ എല്ലാം നിലംപതിച്ചു. എന്തൊരു മനുഷ്യനാണ് ഇദ്ദേഹം! കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ, ഒരു മാനേജർ എന്ന നിലയിൽ ഇദ്ദേഹത്തിന്റെ സിസ്റ്റത്തിനിണങ്ങിയ താരങ്ങളെയോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് പ്രത്യേകം നൽകേണ്ട ഒരു കൺസിഡറേഷനോ കാര്യങ്ങളോ ഒന്നും കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ ഭാഗത്തൊന്നും യാതൊരു സപ്പോർട്ടും ഇല്ലാതെ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഇത്തരത്തിലൊരടി കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടുന്നത്. ഇതുവരെയുള്ള മത്സരങ്ങൾ മാത്രം നോക്കിയാൽ മതി. പരിശീലകന് തന്നെ കൊണ്ട് കഴിയാവുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. ISL പുറമെ പരിശീലകൻ ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കണ്ടൊരു ടൂർണമെന്റ് തന്നെയായിരുന്നു ഈ ഒരു ഡ്യൂറന്റ് കപ്പ്. ഈ ഒരു ഡ്യൂറന്റ് കപ്പ് ടീമിന്റെയോ അല്ലെങ്കിൽ പരിശീലകന്റെയോ പരാജയമൊന്നുമല്ല, മറിച്ച് ഇത് മാനേജ്മെന്റിന്റെ ഒരു കൈയൊഴിയൽ തന്നെയാണ്. ഇനിയിപ്പോ ആരാധകരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ അല്ലെങ്കിൽ കണ്ണിൽ പൊടിയിടാൻ ഒരു വെൽക്കം പോസ്റ്റർ അങ്ങോട്ട് നാളെയോ മറ്റന്നാളോടും അതോടെ അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞു. പക്ഷേ ഇവിടെ നീറി ഒടുങ്ങുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ അത്രയധികം നെഞ്ചിലേറ്റുന്ന മലയാളി ആരാധകരാണ്. ഞങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കിയില്ലെങ്കിലും ഞങ്ങളുടെ